ഈ സിനിമയുടെ ഒരു പോസിറ്റീവ് പറഞ്ഞു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് 100% തിരക്കഥ തന്നെയാണ്. തിരക്കഥ ഭയങ്കര എൻഗേജ്ഡ് ആയിട്ട് പോകുന്ന ഒരു തിരക്കഥയൊന്നുമല്ല. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് ഞാൻ പറയുന്നില്ല. ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. പക്ഷേ ആ സിനിമയിൽ നിന്ന് ഒരു രീതിയിലും, അതായത് ആ ഒരു ഒരു കേസ് ചുരുളഴിയുന്നതിൻ്റെ ഒപ്പം നമുക്ക് അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകുക, അല്ലെങ്കിൽ ആ ഒരു കുറ്റവാളി ആരാണ്, ആ ഒരു കേസിന്റെ അവസാനം എന്താണെന്ന് അറിയണം എന്നുള്ളൊരു തോന്നൽ അത് കാണുന്ന പ്രേക്ഷകരിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമേനെ സംബന്ധിച്ചിടത്തോളം ആ സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ചിന്ത കാണുന്ന പ്രേക്ഷകരിൽ ഉണ്ടാക്കുക എന്നാണ്. അത് ഈ സിനിമയിൽ 100% വിജയിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയും. കാരണം ഒരു സ്ഥലത്ത് പോലും ഈ സിനിമ എനിക്ക് ബോറടി തന്നിട്ടില്ല. പിന്നെ അതായത് ഈ സിനിമയുടെ തിരക്കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. ആ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള സ്റ്റേജിങ് കാര്യങ്ങൾ, വണ്ടികൾ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അതെല്ലാം സ്റ്റേജിങ് ചെയ്യുന്നതിൽ ഇതിലെ സംവിധായകൻ വളരെയധികം മികവ് പുലർത്തിയിട്ടുണ്ട്. ആർട്ട് ഡിപ്പാർട്ട്മെന്റിനെയും അതുപോലെ തന്നെ അഭിനന്ദിക്കേണ്ടതാണ്. പിന്നെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ടൊവിനോയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. മോശം പറയാനോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഈ ഈ ഒരു ക്യാരക്ടറായിട്ട് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടമായിട്ട് ടൊവിനോ യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് അറിയില്ല. അത് ചിലപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഇതിലേക്ക് കണക്ട് ചെയ്യാൻ, അതായത് ടൊവിനോനെ അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് കണക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടായിരിക്കാം. എനിക്കെന്തോ ആ ഒരു ക്യാരക്ടർ, ആ ഒരു കാസ്റ്റിംഗ് അത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ടൊവിനോ മോശമായിട്ട് അഭിനയിച്ചൊന്നും അല്ലട്ടോ ഞാൻ പറയുന്നത്. അത് ഒരു ഉദാഹരണം പറയുവാണെന്നുണ്ടെങ്കിൽ രഞ്ജിത്തിന്റെ ഞാൻ എന്ന് പറഞ്ഞ സിനിമയുണ്ട്, ദുൽഖർ അഭിനയിച്ച പടം. ആ സിനിമ കണ്ടിരുന്നപ്പോഴും നമുക്ക് ദുൽഖർ ആ സിനിമയിൽ നിന്ന് ഭയങ്കരമായിട്ട് മാറി നിൽക്കുന്ന രീതിയിൽ ആ ഒരു ക്യാരക്ടറിന് ദുൽഖർ ഒട്ടും മാറ്റല്ല എന്ന് തോന്നുന്നൊരു ഫീൽ ഉണ്ടായി. അത് മോശമായിട്ടുള്ള അഭിനയം കൊണ്ടല്ല, ആ ഒരു നമുക്ക് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു തോന്നലാണ്. ആ ഒരു തോന്നൽ എനിക്ക് ത്രൂ ഔട്ട് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്ക് ഉണ്ടായി. അതിനേക്കാൾ അപ്പുറത്തേക്ക് എനിക്ക് ബോറടിയോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തില്ല. ബാക്കിയുള്ള ആളുകളുടെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ കോട്ടയം നസീർ, അതുപോലെ നമ്മുടെ അസീസ് നെടുമങ്ങാട്, ഇവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. അത് വളരെ മികച്ച രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ആളുകളൊക്കെ വരുന്നുണ്ട്, അവരൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ അവരുടെ ക്യാരക്ടർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പെർഫോമൻസ് സൈഡ് എടുത്തു പറയാൻ പാകത്തിനുള്ള റോളുകൾ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അവരുടെയൊക്കെ ഇതിനേക്കാൾ ബെറ്റർ പെർഫോമൻസ് പല സിനിമകളിലും കണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കോട്ടയം നസീറിൻ്റെയൊക്കെ പെർഫോമൻസ് റോഷാക്കിലൊക്കെ അറിയാലോ. അപ്പോൾ അതിനേക്കാൾ വലിയൊരു പെർഫോമൻസ് കാര്യങ്ങളൊന്നും ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇല്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു വെർത്ത് വാച്ച് മൂവിയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് തിയേറ്ററിൽ പോയിരുന്ന് കണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണിത്. പിന്നെ മ്യൂസിക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ സാധാരണ മ്യൂസിക് വിലയിരുത്താൻ ശ്രമിക്കാറില്ല, പക്ഷേ കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് പ്രത്യേകിച്ച് കല്ലേടിയോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തില്ല. സിനിമക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഒരു മ്യൂസിക് കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ വരുന്നത്. പിന്നെ സിനിമാറ്റോഗ്രാഫി കാര്യങ്ങൾ എല്ലാം മികച്ചതായിരുന്നു എന്ന് തന്നെ പറയണം. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കണ്ടിരിക്കാൻ, അതായത് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാതെ കണ്ടിരിക്കുന്നത് ഒന്ന് ആ സംവിധായകന്റെയും പിന്നെ ഒന്ന് സിനിമാറ്റോഗ്രാഫിയുടെയും ഗുണം കൊണ്ടാണ് കൂടുതൽ. അപ്പൊ അത് വളരെ നല്ല രീതിയിൽ തന്നെ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. ഇതിൽ വേറെ എനിക്ക് നെഗറ്റീവ് കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ആകെ ഒരു ചെറിയ നെഗറ്റീവ് ഉള്ളത് ആ ക്യാരക്ടറും ടൊവിനോയും തമ്മിലുള്ള ഒരു അകൽച്ച, അല്ലെങ്കിൽ ഈ സിനിമയും ആ ടൊവിനോയും തമ്മിലുള്ള ഒരു കാഴ്ചയിലുള്ള ഒരു അകൽച്ച. അത് എനിക്ക് പേഴ്സണലായിട്ട് മാത്രം ഫീൽ ചെയ്ത കാര്യമാണ്. അത് നിങ്ങൾക്ക് കാണുന്നവർക്ക് അങ്ങനെ ആവണമെന്നൊന്നുമില്ല. അത് മാത്രമാണ് എനിക്ക് ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത്. അതർവൈസ് ഈ സിനിമ മസ്റ്റായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയിരുന്ന് കാണണ്ട. ഈ ജനുവരിയിൽ ഇറങ്ങിയ സിനിമകളിലുള്ള ഒരു ബെസ്റ്റ് സിനിമ. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.